ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ വാഴുമ്പോ വെൽക്കം ബജ ഹോം പെയിന്റ്സ് ആൻഡ് കോൾഗേറ്റ് പ്രസൻസ് ബിഗ് ബോസിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സോഷ്യാനെറ്റ് യൂട്യൂബ് ചാനലിന്റെ ഹാപ്പി ദീപാവലി ആശംസകളും നേരുന്നു. മൂന്നാഴ്ചകൾ പിന്നിട്ടുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ഷോ മുന്നോട്ടു തന്നെ. ഇന്ന് മൂന്നാമത്തെ എവിക്ഷൻ പ്രോസസ്. ഇന്ന് വീടിനോട് വിട പറയുന്ന ആ മത്സരാർത്ഥി ആരായിരിക്കുമെന്നത് എനിക്കറിയില്ല. നമുക്ക് ആദ്യം വീടിനകത്തേക്ക് പോയി അവരെ ഒന്ന് കാണാം. സ്വാഗതം. അങ്ങനെ നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോയി 3 ആഴ്ച കഴിയുകയാണ്. എവർക്കും ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി. ഒരു മിനിറ്റ്. ബിഗ് ബോസിനും ഹാപ്പി ദീപാവലി ആശംസകൾ. മിസ്റ്റർ മോഹൻകുമാർ. അപ്പോൾ ഈ ആഴ്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ 11ാം ദിവസം 3ാം എവിക്ഷൻ പ്രോസസ്സിന്റെ കാര്യങ്ങളായിരുന്നു. കുറച്ചുപേരൊക്കെ എവിക്ഷനിൽ വന്നു. അതിലാരാണെന്ന് പുറത്തു പോകുന്നതെന്ന് അറിയില്ല. 12ാം ദിവസം ഇവിടെ ഒരു പ്രശ്നം നടന്നല്ലോ. 12ാം ദിവസം ക്യാപ്റ്റന് ചില കംപ്ലൈന്റുകൾ ബോധിപ്പിക്കുന്നതിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. മോട്ടുവും മകനും ആയിരുന്നു എന്ന് പ്രശ്നം ഉണ്ടായത്. എന്തായിരുന്നു മോട്ടു എന്ന് പ്രോബ്ലം ആവാൻ കാരണം? എന്തിനാണ് മോട്ടുവും മകനും കൂടി ഫൈറ്റ് ഉണ്ടാകാൻ കാരണം? അന്ന് ഫൈറ്റ് ഉണ്ടായത് ക്യാപ്റ്റൻ ചില പ്രോബ്ലങ്ങൾ പറയാൻ വേണ്ടി ലിവിംഗ് ഏരിയയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ കയറി ക്യാപ്റ്റന്റെ സ്പേസിൽ കയറി മകൻ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മകനെ നീ സംസാരിക്കാതിരിക്കരുത്, ക്യാപ്റ്റൻ സംസാരിക്കേണ്ട സ്പേസ് ആണ്, നിനക്ക് സംസാരിക്കേണ്ട സ്പേസ് വരുമ്പോൾ നീ സംസാരിച്ചാൽ മതി ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് എന്നെ കയറിയിട്ട് ഞാൻ ജാക്കിയുടെ വാലാണ്, ജാക്കിയുടെ കൂടെ ഗ്രൂപ്പിസം കളിക്കുന്ന ഒരു പ്ലെയർ ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രൊവോക്ക് ചെയ്തു. അപ്പൊ 1-2 പറഞ്ഞാൽ കൂടെ അടിയായി. ഓക്കെ, പിങ്കിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? സർ, അന്ന് ക്യാപ്റ്റൻ കംപ്ലൈന്റ് പറയുന്നു എന്ന് പറഞ്ഞ ആ ദിവസം കംപ്ലൈന്റിന്റെ കൂടെ ഞാൻ ചെയ്ത കാര്യം ചെയ്തിട്ടില്ലാന്ന് ഒരു കംപ്ലൈന്റ് ആക്കി ഇവിടെ പറഞ്ഞു. അപ്പൊ എനിക്കത് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മോട്ടു ഇടയിൽ കയറിയിട്ട് എന്നോട് സംസാരിക്കേണ്ട, ക്യാപ്റ്റൻ സംസാരിക്കേണ്ടതാണ്, എനിക്ക് സംസാരിക്കേണ്ട സ്പേസ് ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ സംസാരിച്ചു. എന്നോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ മോട്ടിന് ഒരു അധികാരമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞതിന് 1-2 പറഞ്ഞ ഞാൻ അങ്ങോട്ട് കൂടെ അടിയായി. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഷോയില് ഗ്രൂപ്പിസമായിട്ട് കളിക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. ഗ്രൂപ്പിസമായി കളിക്കാം, പക്ഷെ ഓവറായി ഗ്രൂപ്പിസമായി കളിച്ചാൽ അതിനെതിരെ ഞങ്ങൾ നടപടിയെടുക്കും. അപ്പോൾ ചെറിയ തോതിലൊക്കെ ഗ്രൂപ്പിസമാകാം. അങ്ങനെ എപ്പോഴും ഗ്രൂപ്പിസമായിട്ട് ഒരാളുടെ തണലിൽ മറ്റൊരാൾ കളിച്ച് ഈ ഷോയിൽ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ 12ാം ദിവസത്തെ കാര്യം കഴിഞ്ഞാൽ 13ാം ദിവസം മെക്സി പിങ്കി അന്ന് 2 ഫൈറ്റാണ് നടന്നത്. ആദ്യത്തെ ഫൈറ്റ് ഇവർ 2 പേരെ ആയിരുന്നു. പിന്നീട് ഫൈറ്റ് ഉണ്ടായത് കാളി മോട്ടും തമ്മിലായിരുന്നു. ശരി മിക്സി, എന്തായിരുന്നു അന്ന് പ്രശ്നം? 1ാം ദിവസം മുതൽ ഇക്കഴിഞ്ഞ 14 ദിവസം വരെ ഞാൻ തന്നെയാണ് ഈ വീട്ടിലേക്ക് എല്ലാവർക്കും ഫുഡ് ഈ പ്ലേറ്റിലൊക്കെ ഒരേമാതിരി വിളമ്പി വെക്കുന്നത്. അപ്പൊ അവരൊക്കെ വന്ന് എടുത്തിട്ട് പോവുകയുള്ളൂ. അപ്പൊ നേരത്തെ തന്നെ പിങ്കി വന്നിട്ട് മറ്റൊരാൾക്ക് വിളമ്പി വെച്ച ഫുഡിൽ കൈയിട്ടു. അപ്പൊ അതെനിക്ക് പിടിച്ചില്ല. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ കറണ്ട് തടിക്കുന്നു പറഞ്ഞു. എന്റെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായി. ഓക്കെ, ഇപ്പൊ പിങ്കിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ കരണത്തടിക്കുന്നു പറഞ്ഞത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. 2 വീട്ടിൽ പോയി വിളിക്കുക, അത് ഞാൻ പറഞ്ഞു. അത് എന്നെ എന്തോ പറഞ്ഞപ്പോഴാണ് അത് എനിക്ക് കൊച്ചു ചേർക്കാൻ എന്നെ പറഞ്ഞു. അപ്പൊ കൊച്ചു ചേർക്കാൻ എന്നെ പറഞ്ഞാൽ വീട്ടിൽ പോയി എന്നെ മാനെ പറയുന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഓബിയസ്ലി ഞാനിപ്പോ തന്നെ സോറി ചോദിക്കുന്നുണ്ട്. സാറിന് മുമ്പിൽ വെച്ച് എല്ലാ പ്രേക്ഷകരും ഇത് കാണുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ സോറി ചോദിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇതൊരു ഗെയിം ഷോയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ വിളിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഓരോരുത്തരും അവിടെ കയറിയിരിക്കുന്നത്. ഇവിടുന്ന് കളിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീട്ടിൽ വിളിക്കുന്നൊക്കെ നഴ്സറി പിള്ളേർ, അതേപോലെ സ്കൂൾ പിള്ളേരൊക്കെ 1-2 വീട്ടുകാരെ വിളിക്കുന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്. ഓക്കെ, അടുത്തത് മോട്ടു കാളിയ. നിങ്ങൾ തമ്മിൽ എന്തിനായിരുന്നു ഒരു വഴക്ക്? സാർ, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ബെഡ്റൂമിൽ വെറുതെ നിൽക്കായിരുന്നു. കാളി എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, താങ്കൾ എന്തിനാണ് ജാക്കിയുടെ വാലായിട്ട് ജാക്കിയുടെ കൂടെ ഗ്രൂപ്പിസം കളിക്കുന്നത്? അതേ ടോപ്പിക്, സെയിം ടോപ്പിക് തന്നെയായിരുന്നു. ഗ്രൂപ്പിസം എന്തിനാണ് കളിക്കുന്നത്? ഒറ്റയ്ക്ക് നിലപാടോടുകൂടി കളിക്കുമെന്ന് പറഞ്ഞാൽ എന്നെ പ്രൊവോക്ക് ചെയ്തു. സോ എനിക്ക് ദേഷ്യം വന്നു. നീ കണ്ടോ ഞാൻ ജാക്കിയുടെ കൂടെ ഗ്രൂപ്പിസമായി കളിക്കുന്നത്? അങ്ങനെ ഒന്നും കണ്ടും പറഞ്ഞ് അതൊരു ഇഷ്യൂ ആയി മാറി. കാളിയെ പറയൂ, കാളിക്ക് എന്താണ് പ്രോബ്ലം? സാർ, ഞാൻ ഉള്ളതാണല്ലോ പറഞ്ഞത്.
ഗ്രൂപ്പിസമായി കളിക്കുന്നുണ്ട്. പുറമേ നിന്ന് അവര് ഗ്രൂപ്പിസമായി കളിക്കുന്നത് കാണുന്നില്ല, പക്ഷെ ഒഫീസിൽ അവർ കളിക്കുന്നത് ഗ്രൂപ്പിസമായിട്ടാണ്. ജാക്കി മോട്ടു ഇവർ രണ്ടുപേരും ഒരു ടീമായിട്ടാണ് 1-ാം ദിവസം തൊട്ട് 14 ദിവസം വരെ ഈ വീട്ടിൽ ഈ ഷോയിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കളിക്കരുത്, ഒറ്റയ്ക്ക് നിലപാടോടുകൂടി കളിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ജാക്കി ആൻഡ് മോട്ടു ഗ്രൂപ്പിസമായിട്ടാണോ കളിക്കുന്നത് അല്ലാതെയാണോ കളിക്കുന്നതെന്ന് പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്കറിയാം. അത് നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇന്നലെ കാളിയും പിങ്കിയും കൂടിയായിരുന്നു ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ടാസ്ക് തരണമെന്ന് അവർ കരുതിയതാണ്, നിങ്ങൾ അതൊക്കെ കുളവാക്കുകയാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ? അടുത്ത ആഴ്ച നിങ്ങൾക്ക് ആ ടാസ്ക് ഉണ്ടാവും. അടുത്ത ആഴ്ച എന്തുണ്ടായാലും നിങ്ങൾക്ക് ആ ടാസ്ക് ഞാൻ തന്നിരിക്കും. ഓക്കെ, പിങ്കിക്ക് എന്തായിരുന്നു പ്രോബ്ലം? കാളിയെ ഇന്നലെ മിക്സിയുടെ വക്കാലത്ത് പിടിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കാൻ വന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. സോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് വലിയൊരു ഇഷ്യൂ ആയി മാറി. അതായിരുന്നു ഇന്നലെ. ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, ഇനി ഇതുപോലെ പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടാക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടായിക്കോളൂ. പക്ഷെ ഇങ്ങനെ ആഴ്ച ഫുള്ളായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കില്ല, കാരണം എനിക്കതിന്റെ പ്ലഷർ താങ്ങാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ എവിക്ഷൻ പ്രോസസ്സിൽ ഉള്ളവരൊക്കെ എണീറ്റോളൂ. അപ്പോൾ 3-ാം ആഴ്ചയിലെ എവിക്ഷൻ പ്രോസസ്സിലൂടെ എൻ്റെ കയ്യിൽ കാർഡുണ്ട്. എവിക്റ്റഡായി 3-ാം ആഴ്ചയിൽ പുറത്തു പോകുന്ന മത്സരാർത്ഥി ആരെന്ന് ഈ കാർഡിലുണ്ട്. പ്രേക്ഷക വിധി പ്രകാരം 3-ാം ആഴ്ചയിലെ എവിക്ഷൻ പ്രോസസ്സിലൂടെ പുറത്തു പോകുന്നത് വേറെ ആരുമല്ല, മകനാണ്. മകൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാം. ബാക്കി എല്ലാവരും സേവ്ഡ് ആണ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. അങ്ങനെ വീണ്ടും ഒരു എവിക്ഷനിലൂടെ ബിഗ് ബോസ് ഷോയിനോടും വീടിനോടും വിട പറഞ്ഞ് ഒരു മത്സരാർത്ഥി പുറത്തു വരികയാണ്. ലെറ്റ്സ് വെൽക്കം മകൻ. മകൻ, ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത്രയും ദിവസം ബിഗ് ബോസ് വീടിൽ നിന്ന് തന്നെ വലിയൊരു കാര്യമാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് നന്ദി ഇത്രയും ദിവസം അവിടെ നിർത്തിയതിൽ. നല്ലവരായ പ്ലേയേഴ്സിനെ അകത്ത് നിർത്തി ഫേക്കായി കളിക്കുന്നവരൊക്കെ പുറത്താക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് നിങ്ങൾക്ക് പോകാനുള്ള വഴി. പോകാം, നമുക്ക് അടുത്ത ആഴ്ച കാണാം.